ഈ അഘോരിമാരും നാഗസന്യാസിമാരും തമ്മിലുള്ള വ്യത്യാസം. ഭക്ഷണം മുഴുവൻ തലകൊട്ടി മാലയിടുന്നു, മദ്യം കഴിക്കുന്നു, ഒരു മനുഷ്യന്റെ മാംസം എടുക്കുന്നു. ചാനൽ സ്റ്റുഡിയോയിൽ പൂർണ്ണമായി ഭസ്മം ധരിച്ച് നമ്മൾ മനുഷ്യന്മാരെ കിടക്കുമ്പോൾ മനുഷ്യരായിട്ട് വന്നിട്ട് ഇരുന്നാൽ മതി. അല്ലാതെ ഈ പറയുന്ന മലം ഇപ്പൊ ഇവിടെ മലം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് മാറിപ്പോകുന്നു. അവർക്ക് അങ്ങനെ വെറുപ്പൊന്നുമില്ല. അവർ ആ മലത്തിൽ ആരോ ഇട്ടമ്പോൾ അവർ ആ മലത്തിൽ തന്നെ പോയിരിക്കും. അവരുടെ വെറുപ്പുണ്ടെങ്കിൽ അവർ ആ മലത്തിൽ പോയിരിക്കും. ക്രിയായോഗയുടെ ഒക്കെ ആ ലാസ്റ്റ് എന്താ പറയുക, അത്ര പവർഫുൾ ആയിട്ട് ഏറ്റവും തീവ്രമായത് അവർ തിരഞ്ഞെടുക്കും. ഈ തീവ്രയോടെ അവർ ഇരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ജീവൻ അവരുടെ കൺട്രോൾ ഇല്ലാതെ പോവാം. ശരിയായിട്ടൊരു ഗുരു ഇല്ലെങ്കിൽ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അല്ലാതെ റോട്ടിലിറങ്ങി ആളുകളെ കാണിക്കാണ്ട് മാംസം, അതൊന്നും അഘോരികളല്ല. അത് ഈ പറയുന്ന പോലെ ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ യഥാർത്ഥ അഘോരികൾ നിങ്ങൾ എവിടെയും കാണുകയില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഹിമാലയം. ഞാൻ പലയിടത്തും നമ്മുടെ ആശ്രമത്തിൽ അവർ പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഇപ്പം ഞാൻ ഇന്നത്തെ ചെറുപ്പക്കാരെ വളരെയധികം മാനിക്കുന്ന ആളുകളാണ്. കാരണം എന്ന് പറയുമ്പം കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളുകളാണ് ചെറുപ്പക്കാർ. അവരിൽ ഞാൻ കുറച്ചെങ്കിലും സ്നേഹം, ഞാൻ കണ്ട അധികം ചെറുപ്പക്കാരിലും ജാതി മതം പാർട്ടിയുടെ സ്നേഹം കുറച്ചെങ്കിലും ഞാൻ അവരിലൊക്കെ കണ്ടിട്ടുള്ളത്. നാളത്തെ തലമുറ എന്ന് പറയുമ്പോൾ താങ്കളുടെ മകനല്ലേ അല്ലെങ്കിൽ മകളല്ലേ, അതിൻ്റെ അടുത്ത ജനറേഷൻ പറയുമ്പം അവരുടെ കുട്ടികളല്ലേ. അപ്പം നമുക്ക് ശേഷം വന്നവരുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയല്ലേ നോക്കേണ്ടത്. അപ്പം എല്ലാവരും അത് ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ ഒരു സ്വർഗമാക്കി എടുക്കാം. അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്ത്. നീ ശിവനിൽ നിന്നാണ് അനുഗ്രഹം വേണമെങ്കിൽ ആദ്യം ശിവനെ പ്രത്യക്ഷപ്പെടുത്ത്, എന്നിട്ട് ചോദിക്കും നേരിട്ട്. അതിൻ്റെ ഇടയിൽ മീഡിയേറ്റർ ഒന്നും അവിടെ പണി നടക്കൊന്നുമില്ല. ഭക്തിയില്ലാതെ അല്ല ശരിയായ. ഞാൻ കരുതുന്ന നമ്മുടെ നാട്ടിൽ ഈശ്വര വിശ്വാസത്തെക്കാളും കൂടുതൽ ഭൂതപ്രേതാദികൾ ആളുകൾ വിശ്വസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. കൂടുതലല്ലെങ്കിലും ഒരു നല്ല ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു. അതിന്റെ പ്രതിവിധി ഇവിടെ കൊടുക്കുന്ന ഒരുപാട് ആളുകളില്ലേ, ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ ഗുരുക്കന്മാർ പഠിച്ചിരിക്കുന്ന ഈശ്വര തത്വത്തിന് മുകളിലൊന്നുമില്ല അല്ലേ, ഈശ്വരന്റെ മുകളിലോട്ടൊന്നുമില്ല. അപ്പൊ ഈശ്വരനെ പിടിച്ചാൽ പിന്നെ അതിൽ താഴോട്ട് നമ്മളൊന്നും നോക്കേണ്ട, വില വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈശ്വരൻ ആരും നോക്കുന്നില്ല, താഴെയുള്ള എല്ലാ പ്രശ്നങ്ങളും സ്വയം താഴെയുള്ളവരെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് വേണം വഴി തെളിച്ചിട്ട് ഈശ്വരനിലേക്ക് എത്താൻ. അതെ, അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. ഇതെന്താണെന്നറിയോ കാര്യം, നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഈശ്വരൻ നമ്മളിൽ നിന്ന് വേറിട്ട് എന്ന് ചിന്ത വരുമ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളും അതിന് പ്രതിവിധികളും പരിഹാരങ്ങളായിട്ട് ആളുകൾ പോകുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരെങ്കിലും പുറത്തു പോവോ? അപ്പം അതിന് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, നമ്മൾ മനുഷ്യരാണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഞാൻ നേരത്തെ ചോദിച്ച പോലെ എല്ലാ മനുഷ്യന്മാരും ഞാനൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നേയില്ല. അത് ഒരാളുടെ കാര്യമില്ല, 99% ആളുടെ പേരും പറയാം. കുളിക്കുമ്പോൾ മനുഷ്യനെന്ന ബോധം എന്ന് പറയുമ്പോൾ ചുമ്മാ നല്ല ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ഇടുന്നതല്ല ബോധം എന്ന് പറയുന്നത്. നമ്മളൊരു മനുഷ്യനാണെന്നുള്ള ബോധമുണ്ട്, അപ്പോഴാണ് നമ്മൾ ഈ ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ശരിയായ ബോധം വന്ന് നിങ്ങൾ ഈ ശരീരത്തിൽ നോക്കി നോക്കിയാൽ ഇതൊക്കെ വിചിത്രമായിട്ട് തോന്നാം. ഈ വിരലുകളൊക്കെ നമുക്ക്, ശരീരമൊക്കെ നമുക്ക് വിചിത്രമായി തോന്നാം. നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധ പതിച്ചാൽ മതി. കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചില്ല, ആരുടെയൊക്കെയോ ശരീരം ശ്രദ്ധിച്ചാൽ നമ്മൾ പോകുന്നത്. സ്വന്തം ശരീരം നമുക്ക്, അതിനർത്ഥം എന്താണ്? നമ്മൾ മനുഷ്യരാന്നുള്ള ഒരു ബോധം നമ്മളിതിൽ വന്നിട്ടില്ല. നമ്മൾ മനുഷ്യരാന്നുള്ളൊരു ചിന്ത നമ്മുടെ ബോധത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. മനുഷ്യരാന്നുള്ള ബോധവരുത്തലിൽ കൊടുക്കുന്ന ശക്തി അതൊരു വലിയ ശക്തിയാണ്. കാരണം എല്ലാ ഗുരുക്കന്മാരും മനുഷ്യന്മാരാണ്. അവർ മാനത്ത് നിന്ന് പൊട്ടി വന്ന ഗുരു ആയതല്ല. എല്ലാവരും ഇവിടെ മനുഷ്യരായി ജനിച്ച് അവരുടെ കർമ്മം കൊണ്ട് അവർ ആ യോഗ നിലയിൽ എത്തിയ ആളുകളാണ് അല്ലേ? അതെ അതെ അല്ല, എല്ലാവരും കൃഷ്ണായൻ രാവൻ എല്ലാവരും. അപ്പോൾ എന്ന് പറയുമ്പം അതേ ശക്തി നമുക്കുണ്ടെന്നാണ് അവർ പറയുന്നത് അല്ലേ? ഗുരുക്കന്മാർ വന്നിരിക്കുന്ന എപ്പോഴും സന്യാസിമാർക്ക് വേണ്ടിയല്ല, ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയാണ്. അവരുടെ വാക്കുകൾ കേട്ട് അത് ആരോടെങ്കിലും പറയല്ല വേണ്ടത്, മറിച്ച് അത് നമുക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. നമ്മളത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അനുഭവം നമുക്ക് കിട്ടും. ആരുടെങ്കിലും അനുഭവം നമ്മുടെ അനുഭവം ആവുന്നില്ലോ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ, ഒരു ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യൻ ഒരു സന്യാസി ജീവിതം ആരംഭിക്കാൻ ഉള്ള ഒരു അന്വേഷണത്തിൻ്റെ യാത്രയിലാണ്. എങ്ങനെയാണ് ഈ ഒരു അഖാഡയിലേക്കൊക്കെ എത്തിപ്പെടുക? നമുക്ക് ഇതിലൊരു വിശേഷം എന്ന് പറയുമ്പോൾ, ഞാൻ അധികം പേരോട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മൾ കുറച്ച് ജൂനിയർ ആയിട്ടുള്ള സന്യാസിമാർ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാ സന്യാസിയായെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അധികം പേരും പറയുന്ന ഉത്തരം എന്ന് പറയുമ്പോൾ ലോകമംഗൾ കേലിയെ, അതായത് ലോകത്തിന് വേണ്ടി. അവനവൻ്റെ മംഗളത്തിന് വേണ്ടി ഇതുവരെ ആരും സന്യാസിയായിട്ടില്ല. അവനവൻ്റെ മംഗളത്തിന് ഒതുക്കാത്ത കാര്യം പിന്നെ എങ്ങനെയാണ് ലോകത്തിന് ഒതുക്കുക? ഒരു സന്യാസി എന്നുള്ളത് ഞാൻ പറഞ്ഞ ഒരു പുസ്തകം വായിച്ച് നമുക്ക് ഇൻസ്പിറേഷൻ നൽകാം. വിവേകാനന്ദൻ്റെ പുസ്തകം വായിക്കുമ്പോൾ സന്യാസിയാന്നുള്ള ബോധം ഉറയ്ക്കുമ്പോഴല്ലേ നമുക്ക് സന്യാസിയുടെ റെസ്പെക്റ്റ് ഉണ്ടാവും. അതെ അല്ലേ? അതിന് നമ്മൾ മനുഷ്യരാന്നുള്ള ബോധം ഉണ്ടാവണം. അപ്പം അതിനുശേഷം ഈശ്വരന് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ മനുഷ്യനാണെന്ന ബോധം ഇല്ലാത്തടത്തോളം കാലം ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. മനുഷ്യനാന്നുള്ള ബോധം ഉണ്ടാവുമ്പോഴാണ് ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയി. അവിടെ സന്യാസിക്ക് നമ്മൾ വിലയുണ്ട്, അവരെ മാനിക്കും. ഈശ്വരന് പൂർണ്ണ വിശ്വാസം വേണ്ടേ? വേണം. ഞാൻ കരുതുന്നു നമ്മുടെ ഇവിടെയുള്ള ആളുകൾ വിശ്വാസം എന്നുള്ളത് ആളുകൾക്കില്ല. ക്ഷേത്രത്തിൽ പോകുന്നു, അതൊക്കെ ഒരു തരം ഇൻഷുറൻസാണ്. ഇനിയിപ്പോൾ പോയില്ല എന്ന് വേണ്ട, ഇനിയിപ്പോൾ ചാവാൻ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ, നേരിട്ട് പോയി ഇൻഷുറൻസ് അങ്ങനെ പോകുന്ന ആളുകളാണ്. ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ പ്രാർത്ഥിക്കാനായിട്ടാണ് ആളുകൾ പോകുന്നത് അല്ലേ? ഒരു മൂർത്തി ഇപ്പം നോക്കുന്ന, ഇപ്പോൾ ഒരു ശിവൻ്റെ മൂർത്തിയോ വിഷ്ണു ഏത് ക്ഷേത്രം ആയിക്കോട്ടെ,
അവിടെ ആളുകൾ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ലേ പോകുന്നത്. അതെ. എന്നാൽ പിന്നെ ആ മൂർത്തി ഒന്ന് ദർശിച്ചിരിക്കുക, എന്നാൽ പിന്നെ നമ്മുടെ ഒരു സ്നേഹം, ആ വികാരം അത്രയും ഉയർന്ന വിശേഷമല്ലേ, അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പോകുന്നു? ഇല്ല. അത് പ്രകടിക്കുമ്പോഴല്ലേ അവിടെ നിന്ന് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുക. അതെ. സ്നേഹം കൊണ്ടല്ലേ നമുക്ക് കണക്ഷൻ. നമ്മൾ ചുറ്റുമുള്ള എന്താ പറയാ, കാര്യസാധ്യത നോക്ക്, നമ്മൾ മനുഷ്യരാണെന്നുള്ള ബോധം ഇല്ലാത്തതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു പട്ടിയെ കണ്ടാൽ, അതും സ്നേഹത്തിൽ നമ്മളെക്കാൾ ഉയർന്ന കേട്ടോ, എന്നാൽ ഒരു പട്ടിയെ കണ്ടാൽ നമുക്ക് പൂർണ്ണമായിട്ട് ബോധമുണ്ട് അതൊരു ഡോഗാണ്, പൂർണ്ണമായി ബോധമുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊരു നികൃഷ്ട ജീവിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല, മറിച്ച് അത് എടുത്ത് കൊഞ്ചി ചുമ്മയൊക്കെ വെക്കുകയാണ്. കാരണം എന്താ പറയാ, അതൊരു ജീവനാന്നുള്ള ബോധം നമുക്ക് കൃത്യമായിട്ടുണ്ട്, ഇല്ലേ? മനുഷ്യന്മാർ പട്ടിയും പൂച്ചയും സ്നേഹിക്കും, മനുഷ്യന്മാരുടെ ഈ സ്നേഹം കാണിക്കില്ല. നമ്മുടെ സഹജീവി എന്ന് പറയുമ്പോൾ എപ്പോഴും പട്ടിയോ മറ്റോ ഒന്നല്ല, നമ്മുടെ സഹജീവി എപ്പോഴും മനുഷ്യന്മാരാണ്. ആ സഹജീവിയോട് സ്നേഹമില്ലാത്ത, അത് ജാതിയുടെയോ മതത്തിൻ്റെ മറ്റ് രാഷ്ട്രീയമായിട്ട് എന്തും ആയിക്കോട്ടെ, സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ അതൊരു വിലങ്ങ് തടിയാണെങ്കിൽ അതെന്തായാലും അതിനെ മാറ്റണം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിനൊന്നും കാണാതെ സ്നേഹിക്കാതെ നേരിട്ട് ഈശ്വരൻ്റെ സ്നേഹം മേടിക്കുക എന്നുള്ളത് വളരെ എന്താ പറയുക, ബുദ്ധിശൂന്യത എന്ന് പറയുക. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിലാണ് മീഡിയേറ്റർമാർ വരിക, നേരിട്ട് ഈശ്വരനിലേക്ക് കണക്ഷൻ തരാൻ. അവരാണ് ആ ആളുകളെ ചൂഷണം ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പം ശരിയായിട്ടുള്ള ബോധം നമ്മളെന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരാണ് ഈ ദശനാമി സമ്പ്രദായം രൂപീകരിച്ചത്. അദ്ദേഹം പ്രചാരകനായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. നമ്മളും ചെയ്യേണ്ട കാര്യം പ്രചാരകരാകുക. നമ്മൾ മനുഷ്യനാണെന്നുള്ള ബോധം പൂർണ്ണമായി ഉള്ളത് കൊണ്ടാണ് സന്യാസി, അതായത് കുറച്ചും കൂടി തീവ്രമായി ജീവിക്കാം, മറ്റുള്ള ഇതിലൊന്നും പോവാതെ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ അഘോരിമാരും നാഗസന്യാസിമാരും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് അഘോരി എന്ന് ഇവിടെ ആളുകൾ പറയുന്നല്ലുണ്ട്. അഘോരി എന്താണെന്ന് പിന്നെ താങ്കൾ തന്നെ അഘോരി എന്ന് പറഞ്ഞു. അഘോരി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല, ഞാൻ അതാണ് ചോദിച്ചത്. അഘോരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അന്ന് അഘോരികളൊക്കെ അടുത്ത് എത്രയോ വീടുകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നമുക്ക് അഘോരി എന്ന് ഇതൊരു അവസ്ഥയാണ്. അതിന് ഈ പറയുന്ന പോലെ ഇപ്പം ഞങ്ങൾ ഭസ്മം പൂശാറിൻ്റെ ഒക്കെ ചെയ്യുകയല്ലേ, ഭസ്മം നല്ലൊരു വസ്തുവാണ്. അത് ശരീരം മുഴുവൻ നിങ്ങൾ പൂശി നോക്കി, എന്നിട്ട് ഒരു കൊതുകുള്ള മേഖലയിൽ പോയി നോക്കിയാൽ കൊതുകയെ നിങ്ങളെ കടിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഭസ്മം നമ്മളെ തണുപ്പുള്ള മേഖലയിൽ ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്കൊരു ചൂട് തരും. ഭസ്മം ധരിക്കുന്ന സന്യാസിമാർ അതാത് സ്ഥലത്ത് ധരിക്കുന്ന, അല്ലെങ്കിൽ ചൂടത്ത് നമുക്ക് ഭസ്മം ഇട്ടുകൂടി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതാത് സിറ്റുവേഷനാണ്. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ചാനൽ സ്റ്റുഡിയോയിൽ പൂർണ്ണമായി ഭസ്മം ധരിച്ച്. നമ്മൾ മനുഷ്യന്മാരുടെ മനുഷ്യരായിട്ട് വന്നിട്ട് ഇരുന്നാൽ മതി. അല്ലാതെ ഈ പറയുന്ന ശരിയായ അനുഭവ സമ്പത്തില്ലെങ്കിൽ നമ്മൾ ഷോ കാണിക്കേണ്ടതായിട്ട് വരും. ആളുകൾ ആളുകളാൽ സ്വീകരിക്കപ്പെടേണ്ടത്. അപ്പം അങ്ങനെയല്ല. നമ്മളെന്ന് പറയുമ്പോൾ ഭസ്മം ധരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ വിശേഷം അനുസരിച്ച് തണുപ്പുള്ള മേഖലയിൽ നമുക്ക് വസ്ത്രം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഭസ്മം ധരിച്ചിരിക്കേണ്ടത് വരും. മാത്രമല്ല, ഭസ്മത്തിൽ വേറെ ചില വിശേഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം, എല്ലാവരും അങ്ങനെയല്ല. അത് കുംഭമേള സമയത്ത് കുറച്ചേ കാണും. നമ്മളെല്ലാവരും ഇപ്പം നമ്മൾ അങ്ങനെ ധരിക്കുന്ന ആളല്ല. ഞാൻ ചോദിക്കാനുള്ള കാരണം ഈ അഘോരിമാർ, ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അഘോരി എന്നുള്ളത് ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന അഘോരി എന്ന് പറയുമ്പോൾ ഭസ്മം മുഴുവൻ തലകൊട്ടി മാലയിടുന്നു, മദ്യം കഴിക്കുന്നു, അവർ മനുഷ്യന്റെ മാംസം എടുക്കുന്നു, അതുപോലെ തന്നെ വലിക്കുന്നു, ശവപൂജ നടത്തും. ഇങ്ങനെ യഥാർത്ഥത്തിൽ അഘോരി എന്നുള്ളത് ഒരു വിശേഷമാണ്. ഘോര എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഘോരമായിട്ടുള്ളൊരു കാഴ്ച. ഇപ്പോൾ ഒരാളെ കൊന്നിട്ടിരിക്കാന്ന് ഇരിക്കുക, വളരെ ഭീകരമായ ഒരു കാഴ്ച, ഘോരമായിട്ടുള്ള കാഴ്ച അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുക? അഘോര. ഭീകരമായ അവസ്ഥ കണ്ടിട്ട് ഘോരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു പോലും അവനത് നോർമലാണെങ്കിൽ അവനതൊന്നും ബാധിച്ചിട്ടില്ല, അവൻ അഘോര അല്ലേ? ഒരുത്തലിന് കാമം ശരീരത്തിനാണ് ഉണ്ടത്, കുഴപ്പമില്ല. ആ മനസ്സിലാണെങ്കിൽ അത് കൂടുതലായി അത് വലിയ ഘോരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അല്ലേ? ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പോലും ഒരു പരിധിയുണ്ട്. മനസ്സ് ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതും ഘോരമാണെങ്കിൽ അതിൽ അവനത് നോർമലാണെങ്കിൽ അവൻ അഘോരയാണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. നമ്മൾ അങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുമ്പം എല്ലാം അധികമായാൽ അതെല്ലാം ഘോരമാണ്, മനസ്സിലല്ലേ? അപ്പോൾ ഈ ഘോരത്തിൽ നമ്മൾ അഘോരമായിട്ട് ഇതൊന്നും കണ്ടിട്ട് ഇതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ അത് അഘോര എന്ന് പറയാം. ആ അഘോര എന്നുള്ള അവസ്ഥ സ്ഥാപിച്ചവൻ ആരാണ്? അവനാണ് അഘോരി. മനസ്സിലായില്ലേ? പിന്നെ അവരുടെ സാധനം അത്രയും തീവ്രമായ സാധനമായിരിക്കും. നമ്മൾ ചിന്തിക്കാം, ഇപ്പോൾ ഇവിടെ മലം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് മാറിപ്പോകില്ല. അവർക്ക് അങ്ങനെ വെറുപ്പൊന്നുമില്ല. അവർ ആ മലത്ത് ആരോ ഇട്ടമ്പോൾ അവർ ആ മലത്ത് തന്നെ പോയിരിക്കും. അവരുടെ വെറുപ്പുണ്ടെങ്കിൽ അവർ ആ മലത്ത് പോയിട്ടിരിക്കും. ആ വെറുപ്പ് മാറുന്നവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അവരുടെ സാധനങ്ങൾ അത്രയും തീവ്രമായ സാധനങ്ങളാണ്. ക്രിയായോഗയുടെ ഒക്കെ ആ ലാസ്റ്റ് എന്താ പറയുക, അത്രയും പവർഫുള്ളായിട്ട് ഏറ്റവും തീവ്രമായത് അവർ തിരഞ്ഞെടുക്കും. അഘോരികൾ ശരിയായിട്ടുള്ള ഏറ്റവും തീവ്രമായി തിരഞ്ഞെടുക്കും. ഈ തീവ്രയോടെ അവരിയ്ക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ജീവൻ അവരുടെ കൺട്രോൾ ഇല്ലാതെ പോവാം. ശരിയായിട്ടുള്ളൊരു ഗുരു ഇല്ലെങ്കിൽ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ജീവൻ നമ്മളറിയാതെ വഴുതി പുറത്തോട്ട് പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ തീവ്രയിൽ നിന്ന് ഒന്ന് മന്ദമാവണം, ഒന്നൊരു ചെറിയൊരു തമസ് വേണം, ചെറിയൊരു മന്ദമാവണം. അതിന് ഒരു പ്രസാദം പോലെ അവർ ഈ പറഞ്ഞ മാംസം ഉണ്ട്, ഈ ഒരു ടച്ച്
താമസിക്കും ഗുണം പറയും, കിലോ കണക്കിന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ താമസിച്ച ഗുണം പറയുന്നത് ഇത് കഴിക്കും, മനസ്സൊന്ന് താഴോട്ട് കൊണ്ടുവരും. ആ മനസ്സ് ഇല്ലെങ്കിൽ ജീവൻ ചിലപ്പം പോയെന്ന് വരും. അവരുടെ നമ്മൾ പറയാൻ പറ്റില്ല, അത്രത്തോളം തീവ്രമായി നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുമൊക്കെ അവർ ചെയ്യുന്നവരുടെ കാര്യം. അപ്പോൾ അവരുടെ മനസ്സൊന്ന് മന്ദമാക്കാൻ വേണ്ടി അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അല്ലാതെ റോട്ടിലിറങ്ങി ആളുകളെ കണ്ട് മാംസം, അതൊന്നും അഘോരികളല്ല. അത് ഈ പറയുന്ന പോലെ ആളുകളിൽ നിന്ന് ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പിന്നെ ഒന്ന്, രണ്ടാമത് നിങ്ങൾ യഥാർത്ഥ അഘോരികൾ നിങ്ങൾ എവിടെയും കാണുകയില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഹിമാലയം. ഞാൻ പലയിടത്തും നമ്മുടെ ആശ്രമങ്ങളിൽ അവരൊന്നും പുറത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. നിങ്ങൾ ഈ പറഞ്ഞ അഘോരി എന്ന് പറയുമ്പം അവർ വസ്ത്രങ്ങളില്ല, ഒരു ചെറിയൊരു മാല ഇട്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ അഘോരി എന്ന് പറയുന്ന ആളുകൾ ശരിയായി പോയി കണ്ടില്ല. അവരുടെ ജ്ഞാനമാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളെ മൊത്തത്തിൽ അനലൈസ് ചെയ്ത് നിങ്ങൾ ആരാന്ന് കൂടി പറഞ്ഞു തരും. അത്രത്തോളം വിശേഷമുള്ള ആളുകളാണ്. ഈ പുറമേ കാണുന്ന ആളുകൾ അവർ പുറത്ത് വരേണ്ട കാര്യമില്ല. അവർ ആളുകളായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ആരും ഡിപ്പെൻഡ് അവർ ഈശ്വരനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആരൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവർക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ വരേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് നാഗസന്യാസിനും ഒരു ആശ്രമത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അവിടെ പല സന്യാസിമാരും വരും, അവിടെ സേവ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ അകടയുടെ ബേസ് ആയതുകൊണ്ട് വലിയ വലിയ സേവനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സ്കൂളുണ്ട്, കോളേജ്, എല്ലാ അകടയിൽ ഇതിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിന് ജനങ്ങളെ ഒത്തൊരുപ്പിക്കേണ്ടത്, അവരെ കൊണ്ട് സേവ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പം നാഗസന്യാസിക്ക് കർമ്മങ്ങൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആളുകളായിട്ട് സഹകരിച്ചേ പറ്റൂ. മാത്രമല്ല സത്സംഗം എന്നുള്ളത് എപ്പോഴും വേണ്ടല്ലേ. ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ഒരു സന്യാസിയുടെ വന്നിരിക്കുമ്പോൾ നടക്കുന്ന സത്സംഗമാണ്. നമ്മളെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ഒരാളിൽ നിന്ന് കേൾക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആണോ എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഭൂലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഫലം ചെയ്തില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. ഒരു മനുഷ്യൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ തനിയെ ഇങ്ങനെ സംസാരിച്ചാൽ നമ്മൾ എന്താ പറയുക, ഭ്രാന്താണെന്ന് പറയല്ലോ. എല്ലാ മനുഷ്യരും 24 മണിക്കൂറുള്ളിൽ അതിനല്ലേ ചെയ്തു ഉണർന്നിരിക്കുന്ന സമയം വരെയും ഉള്ളിൽ അതിനല്ലേ എല്ലാ മനുഷ്യരും ചെയ്യും. അപ്പം എത്ര വലിയ ഭ്രാന്തന്മാരായിരിക്കും. ഒരാൾ അവൻ കൺട്രോൾ ഇല്ലാതെ സംസാരിക്കുന്ന അവൻ ഭ്രാന്തനാന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഉള്ളിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നല്ലേ. അല്ല, അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അപ്പം ഇതിനടക്കണമെങ്കിൽ ശരിയായ ദിശാബോധം വേണ്ടേ, അതിനെക്കുറിച്ച് ചിന്ത വേണ്ടേ. നമ്മൾ ആരാണെന്നുള്ള മനുഷ്യനാണെന്നുള്ള ചിന്ത ആദ്യം, അതിനുശേഷം മറ്റെല്ലാ ചിന്തകൾക്ക് പ്രസക്തിയുള്ളൂ. നമ്മൾ മനുഷ്യരാന്നുള്ള ചിന്ത ഇല്ലാത്തടത്തോളം ബാക്കി എല്ലാം കണക്കാ. സ്നേഹത്തിൻ്റെ കണിക പോലും ഉണ്ടാവില്ല. മനുഷ്യന്മാർ സ്നേഹവും കരുണൊന്നും പുതിയത് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. എല്ലാം തന്നിട്ടാണ് ഇവിടെ നമ്മളെ പടച്ചു വെച്ചിരിക്കുന്നത്. നമ്മളുടെ ചില ചിന്തകളും നമ്മുടെ കർമ്മത്തിൻ്റെ പല കാര്യം നമ്മളതിനെ മൂടി വെച്ചിരിക്കുകയാണ്. അതൊന്ന് ശരിയായ ബോധം കൊണ്ട് മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പം എല്ലാവരും സ്നേഹമുണ്ടാവും, ഐക്യം ഉണ്ടാവും. ഇനി കേരളത്തിൽ നിന്ന് ആശ്രമത്തിലേക്കുള്ള മടക്കം എന്നാണ്? ആക്ച്വലി ശ്രീ പഞ്ചദശനാം അവഹാനഗഡയാണ് നമ്മുടേത്. ഇപ്പോൾ നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ മഠാപതി സാധുകൃഷ്ണാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പ്രഭാകാനന്ദ സരസ്വതി മഹാരാജ്. ഞങ്ങളുടെ അകടെ ഒരു പ്രിവിലേജ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം മഹാമണ്ഡലേശ്വര പോസ്റ്റ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ ആനന്ദവന സ്വാമികൾ, അദ്ദേഹം ജുനാഗഡയുടെ മഹാമണ്ഡലേശ്വരായിരുന്നു കേരളം വന്നത്. എന്നാൽ മറ്റ് സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ജുനാഗഡയിലെ മഹാമണ്ഡലേശ്വരുണ്ട്. എന്നാൽ നമ്മുടെ ശ്രീ പഞ്ചദശനാം അവഹാനഗഡ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പ്രിവിലേജിൻ്റെ ബേസിൽ കൊടുക്കുന്നത്. കാരണം അദ്ദേഹം കുറച്ചും കൂടി കർമ്മയോഗിയാണ്, കുറച്ചും കൂടി സത്സംഗമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ളൊരു ബേസ്മെൻറ്റ് വേണ്ടേ. അപ്പം അദ്ദേഹത്തിലൂടെ ഇനിയിപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു സംഘടന, എന്തിനാണ് നമ്മൾ ഈ സംഘടനയൊക്കെ രൂപീകരിക്കുന്നത് പറയുമ്പോൾ ആളുകളായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുക അല്ലേ. നോർത്തിൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ സന്യാസിമാരായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. നമുക്ക് സംസാരിച്ച് കഴിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും ആളെങ്ങനെ നമുക്ക് യോജിച്ച ആളാണോ, നമുക്ക് ഇടപഴകാൻ പറ്റുന്ന ആളാണോ എന്ന് കണ്ടാൽ വരാലോ, സംസാരിക്കാമല്ലോ. എന്നാൽ ആളുകൾ വരുമ്പോൾ തന്നെ അവർ അളവ് കോലും കൊണ്ടാണ് വരുന്നത്. അവരാദ്യം തന്നെ വിലയിരുത്തിക്കളി. നമ്മളെ അളവ് കോലും കൊണ്ട് നമ്മൾ ആരെയും അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ പഠിച്ചത് നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തടത്തോളം കാലം അത് നമുക്കൊരു അറിവ് മാത്രമാണ്. എന്നാൽ അറിവിൽ തന്നെ ആളുകൾക്ക് അഹങ്കാരം പറയേണ്ട കാര്യമില്ലോ. ഇത്ര അറിവ് മതി, അവൻ ആരുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുന്നൊരു അവസ്ഥ. അങ്ങനെയല്ല. നമ്മൾ എന്തെന്ത് അറിവ്, നമ്മൾ അറിയാത്ത അറിവ് കൂടി നമുക്ക് സമ്പാദിച്ചാൽ അത് നമ്മുടെ അനുഭവ തലത്തിൽ പോകാൻ ഉതകുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ എന്തറിവും നമുക്ക് വലിയ യൂസ് ആയിരിക്കില്ല. അത് എന്താ പറയുക, വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. ഇനിയും അങ്ങ് ഇവിടുന്ന് മടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ യാത്ര അത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് കുറേ കാലം കൊണ്ട് വിചാരിക്കും. തീർച്ചയായും അവിടെ എല്ലാം ഞങ്ങൾ വേണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. നമ്മൾ ആളുകളായിട്ടൊക്കെ സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇരുന്നെടുത്ത് സംസാരിക്കുക. അതിൽ വേറെ ആശയക്കുഴപ്പമൊന്നുമില്ല. ആളുകൾ അവരവരുടെ കാര്യം പറയും, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മൾ എല്ലാവരും മനുഷ്യരെന്നുള്ള ബോധം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത് കാണുന്ന പ്രേക്ഷകർ ക്ഷമിക്കുക. കാരണം എന്ന് പറയുമ്പോൾ ആളുകളായിട്ട് നമുക്ക് ഇത് നമുക്കൊരു തുടക്കമായിട്ട് കരുതാം. കാരണം എന്ന് പറയുമ്പം
ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്നത്തെ ഈ ചെറുപ്പക്കാരെ വളരെയധികം മാനിക്കുന്ന ആളുകളാണ്. കാരണം എന്ന് പറയുമ്പം കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളുകളാണ് ചെറുപ്പക്കാർ. അവരിൽ ഞാൻ കുറച്ചെങ്കിലും സ്നേഹം ഞാൻ കണ്ട അധികം ചെറുപ്പക്കാരിലും ജാതി മതം പാർട്ടിയിലെ സ്നേഹം കുറച്ചെങ്കിലും ഞാൻ അവരിലാണ് കണ്ടിട്ടുള്ളത്. ഇന്നത്തെ തലമുറ ഇങ്ങനെ പോയിക്കോട്ടെ എന്ന്. കാരണം ഇന്നത്തെ തലമുറക്ക് നമുക്ക് കഴിയേണ്ടതെല്ലാം ഉണ്ട്. വെള്ളത്തിന് ക്ഷാമമില്ല, മറ്റു വലിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ട്. നാളത്തെ തലമുറക്ക് ഇതായിരിക്കും അവസ്ഥ. താങ്കളൊന്ന് ചിന്തിച്ചു ഈ കാലത്ത് ആയിരിക്കില്ല. വെള്ളത്തിനായിരിക്കും ആദ്യം യുദ്ധം വരിക. അതിന്റെ അടുത്ത തലമുറ അതിലും ഭീകരമായിരിക്കും അവരുടെ ജീവിതം ആ സമയത്ത് സാഹചര്യം എന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ? നാളത്തെ തലമുറ എന്ന് പറയുമ്പോൾ താങ്കളുടെ മകനല്ലേ അല്ലെങ്കിൽ മകളല്ലേ? അതിന്റെ അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പം അവരുടെ കുട്ടികളല്ലേ? അപ്പൊ നമുക്ക് ശേഷം വന്നവരുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയല്ലേ നോക്കേണ്ടത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ ഒരു സ്വർഗമാക്കി എടുക്കാം. ഇതിപ്പോ നമ്മുടെ ഒരു തുടക്കം എന്നതിൽ ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് നോർത്ത് ഇന്ത്യയിൽ വെൽക്കം ചെയ്യുന്നു. എവിടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആത്മീയപരമായ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിൽ എത്തിക്കുന്നത് വലിയൊരു കടമയാണ്. അത് ശരിയായി സത്യസന്ധരായ ആളുകളെ കണ്ടെത്തി നോർത്തിൽ പോകണമെന്ന് പറയുന്നതിന് കാരണം അറിയോ? അവിടെ അധികം വളരെ വിശേഷമുള്ള ഗുരുക്കന്മാരുണ്ട്. അവരെപ്പോഴും നമ്മളെ തേടി വരുന്നതല്ല, അവരെ തേടിപ്പോയി അവരെ കാണുകയെങ്കിൽ അവരുടെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് അവരെ കാണാനുള്ള അവസരമുണ്ട്. അവരൊരിക്കലും ചൂഷണം ചെയ്യുന്നതല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ നോർത്തിൽ ഏത് ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ താമസ സൗകര്യം, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ എല്ലാ കാര്യം അവിടുത്തെ ആശ്രമമാണ് നോക്കുന്നത്. നിങ്ങൾ 2 ദിവസമോ 3 ദിവസമോ അതിൽ കൂടുതൽ താമസിച്ചോ പറ്റുന്ന സേവ ചെയ്ത് നിങ്ങൾ എന്ത് കൊടുത്താലും ഇല്ലെങ്കിൽ അവരത് മെയിൻ ചെയ്യുന്ന ആളുകളല്ല. കാരണം അത്രത്തോളം ഇതുള്ളത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിക്കുക. അതിന് വേണ്ട സപ്പോർട്ടൊക്കെ ഞങ്ങൾ. നന്ദി. നമസ്തേ. നമസ്തേ.